ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി സകല ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകുന്നു. ഈ പ്രണയബന്ധത്തിന് തുടക്കം കുറിക്കുവാൻ ഈ വ്യക്തി ശത്രുക്കളിൽ നിന്നും മോചിതനായി അതിവേഗത്തിൽ തിരിച്ചു വരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ എനർജി നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കാണെങ്കിലും എപ്പോഴും ഡൗട്ട് ഉണ്ടാകും ഈ വ്യക്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്പിരിറ്റ് ഓഫ് ദ നോർത്ത് ആണ്. ഇതാണ് യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് എപ്പോഴായാലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ഭൂമി. അപ്പോൾ ഭൂമിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇത്രയും കാലഘട്ടം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയുടെ എനർജി നിങ്ങളുടെ വ്യക്തിയിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്താണ്, നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഇത്രയും കാലമായിട്ട് ഈ വ്യക്തിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ മാറിപ്പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ദേഷ്യമായിരിക്കാം, വാശിയായിരിക്കാം, അമിതമായിട്ടുള്ള മദ്യപാനം, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഈ വ്യക്തിയിൽ നല്ല രീതിയിൽ തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റിനെ സൂചിപ്പിക്കുന്നു. എന്ത് കാര്യവും പ്രാവർത്തികമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി ആദ്യമൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഇമോഷൻസിലാണ്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് കരയുക, വിഷമം വരിക, ദേഷ്യപ്പെടുക, വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി മദ്യപിക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനാവശ്യമായിട്ട് ഇമോഷൻസിലേക്ക് പോയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല. ഉറപ്പായിട്ടും ഇവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അനാവശ്യമായിട്ട് ഇമോഷൻസിലേക്ക് പോയിട്ടോ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടോ ദേഷ്യവും വാശിയും കാണിച്ചിട്ടോ യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല. ഫിസിക്കൽ വേൾഡ് ആണ്, അതായത് പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കേണ്ടത്. എടുക്കേണ്ട തീരുമാനങ്ങൾ കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് ഭൂമിയുടെ എനർജി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് റിവർ വുമൺ ആണ്. അപ്പോൾ റിവർ വുമൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മനോഹരമായിട്ടുള്ളൊരു ലേഡിയാണ്. ഒരു കുടം പിടിച്ചിട്ട് ആ കുടത്തിനുള്ളിൽ നിന്നും വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭൂമി, ഈ ഒരു കാർഡാണെങ്കിൽ വെള്ളം, അങ്ങനെ വളരെയധികം പ്രകൃതി ദത്തമായിട്ടുള്ള എനർജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഒരു ബിഗ് ഷിഫ്റ്റ് ആണ് നിങ്ങളെ തേടി വരുന്നത്. ഇവിടെ നിങ്ങളുടെ സോള് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഈ ഒരു ലേഡി ഈ ഒരു കുടത്തിൽ നിന്നും വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വെള്ളം എന്ന് പറയുന്നത് സ്നേഹത്തെയും വികാരങ്ങളെയും ഇമോഷൻസിനെയും സൂചിപ്പിക്കുന്ന ഒരു എലമെന്റ് ആണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ വളരെയധികം ഇമോഷൻസ് കൂടി വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, ഇത് എന്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ചോദിച്ചാൽ നല്ല രീതിയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം, ഡെഡിക്കേഷൻ, അതായത് ഒരു സമർപ്പണ ബോധം, ഒരു നിലനിൽപ്പ്, തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്ന അവസ്ഥ, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നല്ല രീതിയിൽ വെള്ളത്തെ സൂചിപ്പിക്കുന്നത് അത് നിങ്ങളുടെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ ഒഴുകി മുന്നോട്ട് പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകും. പക്ഷെ ആ തടസ്സങ്ങളെല്ലാം ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ ആയിരിക്കും ആ വെള്ളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എനർജിയും. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പായി പോകേണ്ട ഒരു ഊർജമല്ല. എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എനർജി ഈ ഒരു കാർഡിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സ് ഉറപ്പായിട്ടും നിങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ഊർജം തന്നെയാണ്. ഓക്കെ, അതായത് ഒരു വെള്ളത്തിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഡേഞ്ചറസ് ആയിരിക്കും, എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? അല്ല. അതുപോലെ തന്നെയാണ് വെള്ളത്തിനെ കൊണ്ട് ശുദ്ധീകരിക്കാനും പറ്റും, അറ്റ് ദ സെയിം ടൈം നശിപ്പിക്കാനും പറ്റും. അപ്പോൾ അതേ എനർജി ആയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെയും കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി ഇവിടെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് പരിശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ ഈ വെള്ളത്തിന്റെ എനർജി എന്ന് പറയുന്നത് പലതരത്തിലുള്ള നെഗറ്റിവിറ്റീനെ കളയാനും തുടച്ചു മാറ്റാനും സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയും കഴിവുള്ള ഒരു എലമെന്റ് ആണ് വാട്ടർ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിന് ആ ഒരു വാട്ടർ എലമെന്റ് ആണ് നിങ്ങളുടെ എനർജിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക്, സോറി എൻ്റെ തൊണ്ട, അത് ത്രോട്ട് ചക്ര ഹീലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ആയിട്ടുണ്ട് കേട്ടോ, ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാരണവും കൂടി ഉണ്ട് ഈ തൊണ്ട ഇങ്ങനെ ആകുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ്. പിന്നെ മെഡിസിൻസും എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ എനർജി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു വെള്ളത്തിൻ്റെ എനർജിയാണ്. വെള്ളത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഭൂമിയെ പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് വെള്ളം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഭൂമിയാണെങ്കിൽ നിങ്ങളുടെ എനർജി വെള്ളമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എനർജീസ് നോക്കാം. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എനർജി ഉണ്ടോ എന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എനർജി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട്. ഇറ്റ്സ് നോട്ട് ഫസ്റ്റ് കാർഡ്, ഇറ്റ് ഈസ് ദ തേർഡ് കാർഡ്. ആൻഡ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ എനർജീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് IV എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ IV എനർജി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ഡീപ്പ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, ഒരു ഡീപ്പ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നിലനിന്ന് മുന്നോട്ട് പോകുന്ന ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഓക്കെ, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് അത് തീർച്ചയായിട്ടും ഒരു നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്ന എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇത് യാതൊരു തലത്തിലും അവസാനിക്കാതെ മുന്നോട്ട് പോവുകയും നല്ല രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടലി പറയാനാണെങ്കിൽ ന്യൂ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിനെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു പ്രണയമാണെങ്കിൽ അതൊരു മാരേജിലേക്ക് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ളൊരു ജീവിതത്തിലേക്കോ പോകുന്ന ഒരു സാഹചര്യം. ന്യൂ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ,
അപ്പം ഇത് കംപ്ലീറ്റ്ലി നമുക്കിത് എവിടെ വേണമെങ്കിലും ഇതിങ്ങനെ നിന്ന് പോകുന്ന ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഇത് ഒരു പക്ഷേ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പറ്റുന്ന രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ എനർജീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ യാതൊരു തരത്തിലും ഇത് നിന്നു പോകാത്ത ഒരു കണക്ഷനായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്കിടയിൽ ഇപ്പോൾ നല്ല രീതിയിൽ സെപ്പറേഷൻ പീരീഡ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റും. അതിശക്തമായിട്ട് തന്നെ മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥനകൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡാം ഷുവർ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനും ഈ പേഴ്സണായിട്ട് വീണ്ടും റിയൂണിയനിലേക്ക് എത്താനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന എനർജി എന്ന് പറയുന്നത്, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും സ്പിരിച്വൽ പരമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി സ്പിരിച്വൽ പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് വി ഗോട്ട് ദിസ് കാർഡ് ആസ് ദ ഫോർത്ത് കാർഡ്. ഫോറസ്റ്റ് ബാത്തിങ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്പർ 10 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബാലൻസിങ് എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഇവിടെ നമുക്ക് എനർജി നിങ്ങൾ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലും നിങ്ങളുടെ എനർജി ഒരു പക്ഷേ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ എനർജി നിങ്ങളോട് വീണ്ടെടുക്കാനാണ് പറയുന്നത്. അത് മെഡിറ്റേഷൻ, യോഗ, സ്പിരിച്വൽ പരമായിട്ടുള്ള പ്രാക്ടീസസ് എന്ത് കാര്യം ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്കത് ഉണർത്തിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എനർജീസ് വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല, ഇതിൽ പലവരുടെയും ശരീരം, ബോഡി വളരെയധികം ടയേർഡായിട്ട് കാണിക്കുന്നു. ചിലപ്പോൾ ഒരുപാട് ഉറക്കം വരുന്ന ഒരു സാഹചര്യവുമായിരിക്കാം. ഓക്കെ, അതായത് ഒരുപാട് ഇങ്ങനെ ഉറക്കം വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമല്ലോ, അനാവശ്യമായിട്ട് കുറേ ഉറക്കം വരുന്നു, ഭയങ്കര ക്ഷീണം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് തയ്യാറാകണം. ഓക്കെ, അത് മാത്രമല്ല നല്ല രീതിയിൽ ശരീരം ശുദ്ധിയാക്കി വെക്കണം എന്ന് കാണിക്കുന്നു. നന്നായിട്ടൊക്കെ കുളിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുക, നന്നായിട്ട് വെള്ളം കുടിക്കണം. ശരീരത്തിലെ ഡീടോക്സിഫൈങ് മാറ്റിയെടുക്കാനാണ് പറയുന്നത്. അതായത് ശരീരത്തിൽ അണുക്കൾ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിച്ചുകൊണ്ട് അത് എന്താ പറയുക, ഉള്ളിലുള്ള അണുക്കൾ പുറത്തേക്ക് കളയാനാണ് പറയുന്നത്. അതുപോലെ ശരീരം നല്ല രീതിയിൽ ശുദ്ധിയാക്കി വെക്കാനായിട്ട് നോക്കണം. ശരീരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ പുരട്ടാം, അല്ലെങ്കിൽ പയറ് പൊടി, അങ്ങനെ തഴുക്ക് കളയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല നല്ല കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് ശരീരത്തിൽ നിങ്ങളുടെ സ്കിന്നിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല, ബ്രീത്തിങ് പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് രാവിലെ എഴുന്നേറ്റിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ ഉണർവ് കിട്ടാനും ഓക്സിജൻ സപ്ലൈ വർദ്ധിക്കാനും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ചിന്തകൾക്കും ഉത്സാഹവും ഉന്മേഷവും വരാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജീസ് നിങ്ങളോട് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫോർത്ത് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് പോയപ്പോൾ, അതായത് നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ ആയപ്പോൾ, നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് ദൂരേക്ക് പോയപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ അവസ്ഥ, എന്തായിരുന്നു? അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോളിറ്റ്യൂഡ് കാർഡാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇത് ഒരു സോളിറ്റ്യൂഡാണ്. അതായത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ, ദുഃഖം, മനോവിഷമം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് സോളിറ്റ്യൂഡ്.
ഒറ്റപ്പെടൽ അല്ലേ? ഇവിടെ നമുക്ക് ഒരു വ്യക്തിയുടെ എനർജി മാത്രമാണ് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളായിക്കോട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ആയിക്കോട്ടെ, ഒറ്റപ്പെടുന്നത് പോസിറ്റീവായി മാറും. അപ്പോൾ പോസിറ്റീവ് എനർജിയിലേക്ക് പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഒറ്റപ്പെടുമ്പോൾ പല രീതിയിലുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള എനർജീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ചില കാര്യങ്ങൾ, ചില സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റപ്പെട്ട എനർജി തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങളുടെ കാര്യമാണെങ്കിലും, ഇപ്പം നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിലും, നിങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു, നിങ്ങൾ ആരായിരുന്നു, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം വാല്യൂ ഉള്ളതായിരുന്നു, ഇതൊക്കെ അറിയാനായിട്ട് ഒറ്റപ്പെടുന്നത് തന്നെയാണ് നല്ലത്. മനസ്സിലായി? ഇപ്പം ഈ വ്യക്തി ആദ്യമൊക്കെ നല്ല രീതിയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഒറ്റപ്പെട്ടു പോയ സമയത്തൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട്, ദുഃഖിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഈ വ്യക്തി പഠിച്ചിട്ടുള്ള പല പാഠങ്ങളുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പാഠം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും മറക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഒരു കാരണവശാലും മറക്കാൻ പറ്റില്ല. അതൊരു അനുഗ്രഹമായിട്ട് ഈ വ്യക്തി കാണുന്നു. കാരണം ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയത് കൊണ്ടാണ് ആരൊക്കെയാണ് ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായത്. ഈ വ്യക്തിക്ക് ഒരു കഷ്ടകാലം വന്നപ്പോൾ ഈ വ്യക്തിയെ സഹായിച്ചത് ആരാണ്, ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നവരാരാണ്, എല്ലാവരുടെയും മുഖം, തനി സ്വരൂപം ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത്. സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ഇവാലുവേഷൻ, ഇതൊക്കെയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഉയർത്തി പറയുന്ന വാക്കുകൾ, കാര്യങ്ങൾ. അപ്പോൾ സ്വന്തമായിട്ടുള്ള തിരിച്ചറിവുകൾ, സ്വന്തമായിട്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടുള്ളത് യൂണിവേഴ്സാണ്. ഒരിക്കലും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങനെ ഒരു വേർപിരിയൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സെപ്പറേഷൻ ഉണ്ടാകണം. കാരണം ഇതിലൂടെ പല സത്യങ്ങളും പല കാര്യങ്ങളും വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലും മനസ്സിലാക്കേണ്ടത് ഈ പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പേഴ്സണ് ഒറ്റപ്പെട്ട ഒരു ജീവിതം കുറച്ച് നാളത്തേക്ക് യൂണിവേഴ്സ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ വിട്ടു പോയപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി നല്ല രീതിയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഈ വ്യക്തി ഹി ഓർ ഷീ വാസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് ലൈഫ്, ബിക്കോസ് ആ ഒരു സോൾട്ടിറ്റ്യൂഡ് എനർജിയിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, പിന്നെ പറയാനാണെങ്കിൽ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പം നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി, അതിൻ്റെതായിട്ടുള്ള സ്പിരിച്വൽ റീസൺ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഈ പേഴ്സൺ എന്തെങ്കിലും പ്രാധാന്യം, എന്തെങ്കിലും ഗുണങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്യൂരിറ്റി ആണ്. ഇവിടെ കംപ്ലീറ്റ്ലി പ്യൂരിറ്റിയുടെ എനർജി പറയുന്നത് പോലും ഒരു ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കരയേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ചിരിക്കേണ്ടി വരും. ഇത് സൂചിപ്പിക്കുന്നത് പ്യൂരിഫിക്കേഷനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ടോക്സിസിറ്റി ആയിട്ടുള്ള എലമെന്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾ പോലും ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം, യു ആർ എ ടോക്സിക് പേഴ്സൺ. അതായത് നിങ്ങളെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പല സ്വഭാവങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്, കാഴ്ചപ്പാടുകൾ തെറ്റാണ്, ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാനും നല്ല സ്വഭാവം ഏത്, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഏത് എന്ന് വേർതിരിച്ച് കാണാനും ഈ ഒരു പ്രണയബന്ധത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാനും ഈ വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ പീരീഡോട് കൂടി സാധിച്ചു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർത്തും പ്യൂരിറ്റിയാണ്. അപ്പൊ പ്യൂരിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആത്മീയപരമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഈ വ്യക്തിക്ക് വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്യൂരിഫിക്കേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ ഈ വ്യക്തിയുടെ എനർജി എന്തായിരുന്നു, ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ എനർജി എന്താണ്? അപ്പോൾ 2 കാർഡ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ എനർജി, നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ
എന്താണ് ആദ്യത്തെ എനർജി എന്തായിരുന്നു? കറേജ് ആയിരുന്നു. അതായത് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് സ്നേഹബന്ധത്തിലായപ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് വളരെയധികം ധൈര്യമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ്. വളരെയധികം കറേജിയസ് ആയിട്ടുള്ള, വളരെയധികം ധൈര്യമുള്ള, കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സണെയാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് ആദ്യം കണ്ടുമുട്ടിയപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുള്ളത് ഒരുമിച്ച് ജീവിക്കണം, നിങ്ങളെ എന്നേക്കുമായി സ്വന്തമാക്കണം. ഇത് കേവലം ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ നേരം പോക്കിന് വേണ്ടിയിട്ടോ ചെയ്യാനുള്ള ഒരു ബന്ധമല്ല. നിങ്ങൾ എന്തായാലും സ്വന്തമാക്കണം, ഈ വ്യക്തിയുടേതാക്കണം എന്നുള്ള മനോഭാവം തന്നെയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങളെ വേണം എന്നുള്ളൊരു ചിന്തയാണ് ഈ പേഴ്സണ് ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നത്. അതായത് നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോഴുള്ള എനർജിയാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ധൈര്യമുള്ള, വളരെയധികം ധൈര്യമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പ്രസന്റ് അവർ ആണ്. അതായത് ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പല രീതിയിലും ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു റിലീജിയസ് പരമായിട്ടോ വീട്ടുകാരിൽ നിന്നോ നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് അത്രയും ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. സീ ദാറ്റ് ഇവിടെ അത്രയും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ആണ് സിംഹം, ടൈഗർ എന്നൊക്കെ പറയുന്നത് അല്ലേ, പുലി, സിംഹം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരെ പോലും നിയന്ത്രിച്ചുകൊണ്ട് ഈ പേഴ്സൺ നിൽക്കുകയാണ്. അതിശക്തമായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിശക്തമായിട്ടും ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടും ഈ പേഴ്സൺ നിൽക്കുകയാണ്. തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇവരെല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട്, ഇവരെ നിയന്ത്രിക്കുന്ന ചങ്ങല ഈ വ്യക്തിയുടെ കൈകളിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടായാലും എന്താണ്, ഈ വ്യക്തിക്ക് അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഈ വ്യക്തിക്ക് അതെല്ലാം ബാലൻസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും പറ്റും എന്നാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആദ്യം ഉണ്ടായിരുന്ന അതേ കോൺഫിഡൻസും ധൈര്യവുമാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. യെസ്, ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പേരുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടേത്. ചിലപ്പോൾ നിങ്ങളുടെ എൻഗേജ്മെന്റ് വരെ ഒക്കെ എത്തിയ ബന്ധമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വാക്കാൽ ഉറപ്പിച്ചു വെച്ച ബന്ധമോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒന്നിക്കാൻ പറ്റണില്ല. അപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ആയിട്ടും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പേടിയുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെ പ്രണയബന്ധം മറ്റുള്ളവരുടെ കൺമുന്നിൽ ഒരു ചർച്ചാ വിഷയമായി തീരുമോ. മനസ്സിലായത്? നിങ്ങളുടെ ഈ ഒരു കാര്യം മറ്റുള്ളവർ ചർച്ച ചെയ്തും സംസാരിച്ചും ഒക്കെ ഒരു ചർച്ചാ വിഷയമാക്കി തീർക്കുമോ എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ടെൻഷൻ ഉണ്ട്. അതാണ് ഈ പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്, ഒരു പേടിയുണ്ട് ഈ വ്യക്തിക്ക്. കാരണം നിങ്ങൾ കമ്മിറ്റ്മെന്റിലേക്ക് പോകാത്തതും ഇത് സക്സസ് ആക്കാത്തതും ഇതൊരു വിജയത്തിലേക്ക് പോകാത്തതും അപ്പൊ മറ്റുള്ളവർ ഗോസിപ്പായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട്. നമ്പർ 40 ആണ് കിട്ടിയിട്ടുള്ളത്. അത് മേ ബി നിങ്ങളുടെ പ്രായമായിരിക്കാം, അല്ലെങ്കിൽ സംതിങ്. ഓക്കെ, 40 എന്ന് പറഞ്ഞൊരു ഇത് കിട്ടിയിട്ടുണ്ട്. 21-ാം തീയതി കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജി, ലെറ്റർ എൻ, ലെറ്റർ സി, ലെറ്റർ ബി 20-ാം തീയതി, ലെറ്റർ ഡി 28-ാം തീയതി, ലെറ്റർ ഇ 29-ാം തീയതി.
ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കമൻസ് മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക, വേറൊന്നും ആയിട്ടല്ല. ഇപ്പം നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്ന വ്യക്തിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ അത് അത്ര ശരിയല്ല. നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ദയവായി ഇതൊന്ന് സ്കിപ്പ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെപ്പോഴും ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടും കൂടി ചെയ്യുന്ന റീഡിങ്സ് ആണ്. അപ്പോൾ പലവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതും കൊണ്ട് എന്താണ് ഗുണം, മറ്റുള്ളവർക്ക് എന്താണ് ഗുണം എന്നുള്ളത് ചിലവർ ചോദിക്കുന്നുണ്ട്. ഇത് തീർത്ത ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. ഇതിൽ പറയുന്ന പോസിറ്റീവ് എനർജീസ് നിങ്ങൾ മനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. അതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ആയി മാറുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനർജീസ് വരും. ചിലവർക്ക് റീസണേറ്റ് ആവും, ചിലവർക്ക് റീസണേറ്റ് ആവില്ല. അപ്പം നിങ്ങൾ ഇത് വിശ്വസിച്ച് ഇതിൽ പറയുന്ന നെഗറ്റീവ് മാറ്റി വെച്ചിട്ട്, കാരണം നമുക്കൊരു റീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, വരുന്ന എനർജീസ് എന്തൊക്കെയാണോ അതെല്ലാം പറയണം. സോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്തിട്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നിങ്ങൾ മനസ്സിലിട്ട് ഇമാജിനേഷൻ ചെയ്ത് അതൊരു മാനിഫെസ്റ്റേഷൻ ആയി കഴിഞ്ഞാൽ പലവർക്കും ജസ്റ്റ് പേഴ്സണൽ റീഡിംഗ് എടുക്കാതെയും വേറെ പ്രാർത്ഥനകളൊന്നും ചെയ്യാതെയും ഓട്ടോമാറ്റിക്കലി റിയൂണിയൻ സംഭവിച്ചവരുണ്ട്. ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് വീഡിയോ മാത്രം കണ്ടിട്ട് 2, 3, 4, 5 പ്രാവശ്യമൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടിട്ട് ഒരിക്കലും ആൾ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ആഴ്ചയിൽ ഒരു 4 പേരെങ്കിലും, ഒരു 3, 4 പേരെങ്കിലും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യും എന്നോട്. ഓക്കെ, ബിക്കോസ് ജസ്റ്റ് റീഡിങ് കണ്ടിട്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ചിലവർ വിശ്വാസമില്ലാത്ത ആൾക്കാർ പറയണത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ. പക്ഷെ അത് ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അത് ഹൃദയശുദ്ധിയോട് കൂടി കാണുക, ഒരു പ്രതീക്ഷയോട് കൂടി കാണുക, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.